ജനവിധി കൃത്യമായൊരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2026 വലിയ ഭൂരിപക്ഷത്തിൽ ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒട്ടേറെ മാറ്റങ്ങൾക്ക് കേരള രാഷ്ട്രീയം തുടക്കം കുറിക്കും. അതുകൊണ്ട് സാധ്യത ഇന്നത്തെ ഈ നിലയിലുള്ള സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത്. എന്ത് വലിയ വിഡ്ഢിത്തമാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. അവർക്ക് ഈ തോൽവിക്ക് ഒരു ബലിയാടിനെ വേണമായിരുന്നു. ഈ അടവ് നയം എന്ന് പറയുന്നത് CPM-ൻ്റെ മാത്രം കുത്തകയല്ല. അത് കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസോ മറ്റൊരു പാർട്ടിയുമല്ല, മറിച്ച് മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അഴിമതിയും കെടുകാര്യസ്ഥതയും ക്രമസമാധാന നിലയുടെ തകർച്ചയും അങ്ങനെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കൊണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തോൽവിക്ക് ആരെയെങ്കിലും കാരണക്കാരെ കണ്ടെത്തണം, അവരുടെ തലയിലേക്ക് ഉത്തരവാദിത്തം ചാർത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിധി പൂർണ്ണമായും വന്നു. ജനവിധി കൃത്യമായൊരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2026 വലിയ ഭൂരിപക്ഷത്തിൽ UDF-ന് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒട്ടേറെ മാറ്റങ്ങൾക്ക് കേരള രാഷ്ട്രീയം തുടക്കം കുറിക്കും. അതുകൊണ്ട് സാധ്യത ഇന്നത്തെ ഈ നിലയിലുള്ള സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോഴേ CPM-ലെ ചില ബുദ്ധിജീവികൾ പറയുന്നത് വെള്ളാപ്പള്ളിയാണ് CPM-നെ തോൽപ്പിച്ചത് എന്നാണ്. എന്ത് വലിയ വിഡ്ഢിത്തമാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. അവർക്ക് ഈ തോൽവിക്ക് ഒരു ബലിയാടിനെ വേണമായിരുന്നു. വെള്ളാപ്പള്ളിയെ ബലിയാടായി കിട്ടി, അതുമാത്രമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ചിന്തിക്കണം. 2019 CPM-നെ തോൽപ്പിച്ചത്, ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് വെള്ളാപ്പള്ളിയാണോ? 2024 അത് ആവർത്തിച്ചു. അവിടെയും ഇടതുപക്ഷം തോറ്റു. വെള്ളാപ്പള്ളിയാണോ കാരണം? 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് 2019-ലും 2024-ലും ഏതെല്ലാം ബൂത്തുകളിലാണോ LDF പിന്നിൽ പോയത്, ഏതാണ്ട് ആ ബൂത്തുകളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ 2024 ജനങ്ങൾ LDF-നെതിരെ വിധി എഴുതിയിരിക്കുന്നത്. അഴിമതിയും കെടുകാര്യസ്ഥതയും ക്രമസമാധാന നിലയുടെ തകർച്ചയും അങ്ങനെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കൊണ്ട് LDF മുന്നണി തകർന്നു കഴിഞ്ഞപ്പോൾ അതിനുത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ അത്യാവശ്യം കുറേ സ്ഥലങ്ങളിൽ LDF ശക്തി ചോരാതെ നിന്നില്ലേ? അതിൻ്റെ ക്രെഡിറ്റും വെള്ളാപ്പള്ളി നടേശന് കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തോൽവിക്ക് ആരെയെങ്കിലും കാരണക്കാരെ കണ്ടെത്തണം, അവരുടെ തലയിലേക്ക് ഉത്തരവാദിത്തം ചാർത്തണം. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടവ് നയം എന്ന് പറയുന്നത് CPM-ൻ്റെ മാത്രം കുത്തകയല്ല. അത് കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസോ മറ്റൊരു പാർട്ടിയുമല്ല, മറിച്ച് മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ അടവ് നയം വളരെ ഫലപ്രദമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സാധ്യത. മലബാറിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ലീഗിൻ്റെ സ്വാധീനം ചെറുകെ മധ്യ തിരുവിതാംകൂറിലേക്ക് കൂടി കടന്നു വരികയാണ്. കേരളത്തിലെ, അതായത് മധ്യ തിരുവിതാംകൂറിലെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ അവർ നിർത്തി നന്നായിട്ട് അവരെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ UDF-ൻ്റെ കണക്കിൽ എഴുതി പോയതുകൊണ്ട് നമുക്ക് ലീഗിൻ്റെ എത്ര മെമ്പർമാർ ജയിച്ചു വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് കിട്ടിയിട്ടില്ല. കാരണം അതെല്ലാം UDF-ൻ്റെ കണക്കിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. എന്തായാലും സാവധാനം തിരുവിതാംകൂറിലേക്ക് കടക്കാനുള്ള ലീഗിൻ്റെ തന്ത്രപരമായ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പണ്ട് ലീഗ് ഇരവിപുരം എന്ന് പറയുന്ന കൊല്ലത്തെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും PKK ബാവ എന്ന് പറയുന്ന അവരുടെ നേതാവിനെ ഏണി അടയാളത്തിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചതാണ്. കൊല്ലമാണ് കശുവണ്ടി തൊഴിലാളികളുടെ നാടാണ്, അധ്വാനവർഗത്തിൻ്റെ നാടാണ്. അവിടെ PKK ബാവ തോൽപ്പിച്ചത് VP രാമകൃഷ്ണപിള്ള എന്ന BJP-യുടെ അതികായനായ നേതാവിനെയായിരുന്നു. അതെനിക്ക് ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി അറിയാവുന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ഏറ്റവും രസകരമായ ഒരു കാര്യം, VP രാമകൃഷ്ണപിള്ളയും കൂട്ടരും അമിതമായ ആത്മവിശ്വാസത്തിൽ ആണ്ട് കിടക്കുകയായിരുന്നു. മുസ്ലിം ലീഗിനെ ഈസിയായിട്ട് തോൽപ്പിക്കാം എന്നാണ് അവരെ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ PKK ബാവ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു നേതാവായിരുന്നു. അദ്ദേഹം വീടുകളിൽ കയറി ഇറങ്ങി കാണാവുന്ന മുഴുവൻ ആളുകളെയും കണ്ടു.
ആളിനെ കണ്ടാലും നല്ല സുന്ദരനായ ഒരാളാണ്. പെട്ടെന്ന് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വളരെ പെട്ടെന്ന് തന്നെ PKK ബാവ ഇരവിപുരത്തുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറി. അതിന് ജാതിമത വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ആമയും മുയലും തമ്മിൽ ഓടുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് അന്ന് ഇരവിപുരത്ത് നടന്നത്. അവിടെ വലിയ കുഴപ്പമില്ലാത്ത മെജോറിറ്റിയിൽ PKK ബാവ ജയിക്കുകയും ചെയ്തു. പക്ഷേ ലീഗിന് പിന്നീട് ആ വിജയം ഇരവിപുരത്ത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ ഒരു കാര്യം. അത് ലീഗിൻ്റെ പിന്നെ പൊതുവായ നിലപാടിലുണ്ടായ ചില ചാഞ്ചല്യം, ചില ആരോപണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ലാതായി. കണ്ണൂരിൽ ചില ഗ്രാമപഞ്ചായത്തുകളൊക്കെ പ്രതിപക്ഷം ഇല്ലാതെ തന്നെ മുഴുവൻ ആളുകളും CPM ജയിച്ചല്ലോ. അങ്ങനെ മുഴുവൻ ആളുകളും CPM ജയിച്ച് നിൽക്കുന്നത് കണ്ണൂരാണെങ്കിൽ, മലപ്പുറത്ത് പല മണ്ഡലങ്ങളിലും പല പഞ്ചായത്തുകളിലും ലീഗിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പിന്നെ അവർ സൗമനസ്യത്തിൽ UDFന് കൊടുത്ത സീറ്റുകളിൽ ആരെങ്കിലുമൊക്കെ ജയിച്ചു വന്നു എന്നതിനപ്പുറം പൂർണ്ണമായും ലീഗിൻ്റെ നിയന്ത്രണത്തിൽ മലപ്പുറത്തിനെ നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു വാസ്തവമാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകത, PMS സലാം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹം പറഞ്ഞത് വെൽഫെയർ പാർട്ടിയെ കൂടി ചേർത്ത് നിർത്തി ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കും എന്നുള്ളതാണ്. അത് പോളിസിയിൽ വരുന്ന വലിയൊരു ഷിഫ്റ്റാണ്. അതായത് വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും വ്യത്യസ്തമായ ആശയങ്ങളെ പിന്തുടരുന്നവരാണ്. മുസ്ലിം ലീഗിന് കടുത്ത വർഗീയ നിലപാടുണ്ടായിരുന്നു വിഭജനത്തിന് മുമ്പ്, ഇന്ത്യ വിഭജനത്തിന് മുമ്പ്. അന്ന് ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കണം, പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ചവർ ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. മലപ്പുറത്ത് അന്ന് ഉയർന്ന മുദ്രാവാക്യമാണ് പത്തണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന്. അത് മലപ്പുറത്ത് ഉണ്ടായ മുദ്രാവാക്യമാണ്. പക്ഷേ വിഭജനം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലവിൽ വന്നപ്പോൾ അവർ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയുമായി യോജിച്ച് പോകാൻ തയ്യാറായി, മറ്റ് പാർട്ടികളുമായിട്ട് യോജിക്കാൻ തയ്യാറായി, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മലപ്പുറത്തെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗാണ്. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളന്മാർ എല്ലാവരോടും വളരെ സൗമനസ്യത്തോടും മാന്യമായും പെരുമാറുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഒരു ജനകീയ അംഗീകാരം വളരെ വേഗം ലഭിച്ചു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് വെൽഫെയർ പാർട്ടിയുടെ ഊർജ്ജ സ്രോതസ്. അവരുടെ നിയന്ത്രണത്തിലാണ്, അവർ സ്പോൺസർ ചെയ്യുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് മൗദൂദിയാണ്. മൗദൂദിക്ക് വ്യക്തമായി ഉറച്ച നിലപാടുള്ള ആളാണ്. അതായത് ജനാധിപത്യം അനിസ്ലാമികമാണ്, ജനാധിപത്യത്തിലൂടെ ഒരിക്കലും ഒരു ഇസ്ലാമിക ഭരണ സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല, ജനാധിപത്യ സംവിധാനം തകർക്കപ്പെടേണ്ടതാണ് എന്ന് സംശയരഹിതമന്യേ മൗദൂദി പറഞ്ഞിട്ടുണ്ട്. മൗദൂദിയാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന് ഉറച്ച നിലപാടുണ്ട്. അല്ലാതെ മാമച്ചായൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. മാമച്ചായനല്ല ജമാഅത്തെ ഇസ്ലാമിയെ നയിക്കുന്നത്, മൗദൂദിയുടെ ആശയങ്ങളാണ്, മാമച്ചായൻ്റെ ആശയങ്ങളല്ല. അതൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ അപ്പോൾ കൃത്യമായ നിലപാട് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിക്കുണ്ട്. ആ നിലപാടൊന്നും പിന്നെ അവർക്ക് മാറാൻ പറ്റില്ല. ഇപ്പം വെൽഫെയർ പാർട്ടി കൂടെ കൂടുമ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകും എന്നാണ് PMA സലാം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കടുവ വെജിറ്റേറിയനായിട്ട് മാറും എന്ന് PMA സലാം പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? എന്തായാലും ശരി, വെൽഫെയർ പാർട്ടി കൂടെ ഉൾപ്പെടുന്ന ഒരു മുന്നണിയാണ് UDFൻ്റെ വരാൻ പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി ജയിച്ചു വന്നാൽ അവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും എന്ന് യാതൊരു സംശയമുള്ള ഒരു കാര്യമല്ല. ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ആശങ്ക ഉള്ള ഒരാളല്ല ഞാൻ. കാരണം മുസ്ലിം ലീഗ് പല പ്രാവശ്യം ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്, LDFനോടൊപ്പം ഇരുന്ന് ഭരിച്ചിട്ടുണ്ട്, UDFനോടൊപ്പം ഇരുന്നും ഭരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് ഒരുപക്ഷെ അല്ല തീർച്ചയായിട്ടും വർഗീയ നിലപാടുകളുണ്ട്. പക്ഷേ നല്ല മന്ത്രിമാരെയും മുസ്ലിം ലീഗ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് CH മുഹമ്മദ് കോയ, അദ്ദേഹത്തിന് വർഗീയമായ നിലപാടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് വലിയ കുഴപ്പമില്ലാതെ CH മുഹമ്മദ് കോയ കൊണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവം. CH മുഹമ്മദ് കോയ അത്യാവശ്യം എല്ലാവരുമായി നല്ല സൗഹൃദം പുലർത്തിയ ഒരു നേതാവായിരുന്നു. എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരുന്നു CH മുഹമ്മദ് കോയ. അതുപോലെ പല മന്ത്രിമാരും ലീഗിൽ ഉണ്ട്. കടുത്ത വർഗീയ നിലപാടുള്ള മന്ത്രിമാരുമുണ്ട്. അതേസമയം സൗമനസ്യത്തോടെ മറ്റേ ഇതര മതസ്ഥരോടെ പെരുമാറിയ മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഡോക്ടർ MK മുനീർ, അദ്ദേഹം വളരെ സംസ്കൃതയുക്തനാണ്, CH മുഹമ്മദ് കോയയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് വലിയ കുഴപ്പമില്ല. തീർച്ചയായിട്ടും പക്ഷപാതമൊക്കെ കാണിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. എങ്കിലും താരതമ്യേന ഒരു കടുത്ത വർഗീയ നിലപാട് ഡോക്ടർ MK മുനീർ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടിയും വളരെ സൗമ്യനാണ്.
മറ്റാളുകളുടെ പ്രശ്നങ്ങളുടെ സൗഹാർദ്ദപരമായൊരു സമീപനം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ആവശ്യത്തിന് ഒരാൾ ചെന്നാൽ ന്യായമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്ന ഒരാളാണ്. കടുത്ത വർഗീയ നിലപാട് കുഞ്ഞാലിക്കുട്ടിക്കില്ല. ഞാൻ ഒരു മുസ്ലിം ലീഗ് മന്ത്രിയോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ്. ഷീറ്റി മുഹമ്മദ് ബഷീർ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞാൽ ശ്രീ ടി മുഹമ്മദ് ബഷീർ യാതൊരു വർഗീയ നിലപാടും സ്വീകരിച്ചിട്ടുള്ള ഒരാളല്ല. പല ലീഗ് മന്ത്രിമാരും അധികാരമേറ്റപ്പോൾ പല ഡയറക്ടർമാരും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പല സ്ഥാപനങ്ങളിലെയും ഡയറക്ടർമാരെ മാറ്റിയിട്ട് മുസ്ലിങ്ങളെ തന്നെ നിയമിക്കുകയുണ്ടായി. പക്ഷേ ടി മുഹമ്മദ് ബഷീർ അത് ചെയ്തില്ല. ഞാനിത് പറയാനുള്ള കാരണം അദ്ദേഹത്തിനോടൊപ്പം ഞാൻ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ എന്നുള്ളതിൽ പ്രവർത്തിച്ചത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സാക്ഷരതാ മിഷനിലെ ആ കാലഘട്ടത്തിലെ നിയമനങ്ങളിൽ ഒരു പ്രാവശ്യം ഒരിക്കൽ പോലും ടി മുഹമ്മദ് ബഷീർ എന്ന മന്ത്രി ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നിയമനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൃത്യമായി മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്തിയാൽ മതി എന്നാണ് ശ്രീ ടി മുഹമ്മദ് ബഷീർ ആ കാലഘട്ടത്തിലെ ഡയറക്ടർ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടത്. അന്ന് സാക്ഷരതാ മിഷനിൽ നടന്ന നിയമനങ്ങൾ 100% മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ അവിടെ വന്നു. ഒരുപക്ഷെ അന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും കുറവാണ് മുസ്ലിങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ കാഴ്ചപ്പാടോടെ പൊതു വിഷയങ്ങളെ സമീപിച്ച മന്ത്രിയായിരുന്നു അദ്ദേഹം. സംസ്കൃത സർവകലാശാല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലല്ലേ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അത് അത്തരം മന്ത്രിമാർ തീർച്ചയായിട്ടും ലീഗിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പാരമ്പര്യം ലീഗിനുണ്ടായിരുന്നു. പക്ഷേ ലീഗിൻ്റെ തകർച്ച പറ്റുന്നത്, ലീഗിന് തന്ത്രപരമായ പാളിച്ച പറ്റുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ച 5ാം മന്ത്രിയായിരുന്നു. ഈ 5ാം മന്ത്രിസ്ഥാനം ലീഗിന് പറ്റിയ തന്ത്രപരമായ ഒരു വീഴ്ചയാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്, അദ്ദേഹം കടുത്ത വർഗീയ നിലപാടുണ്ടായിരുന്ന ഒരു ആളായിരുന്നു. അന്ന് തമാശയായിട്ട് പറയുന്നത്, അധ്യാപകർക്ക് മന്ത്രിയുടെ മുന്നേ പോയി ചിരിക്കാൻ പോലും മടിയായിരുന്നു. കാരണം ചിരിച്ചാൽ പല്ലിന് വെള്ള നിറമാണ്, അതുകൊണ്ട് പല്ല് പച്ച നിറത്തിൽ വരാൻ പറയും എന്ന് അതിനുത്തരവിടും എന്നുള്ള മട്ടിൽ ഒരുപാട് കഥകളന്ന് പ്രചരിക്കുകയുണ്ടായി. എന്തായാലും ശരി, അബ്ദുൾ റബ്ബ് കടുത്ത മതമൗലികവാദിയായിരുന്നു, നിസ്സംശയം പറയാൻ പറ്റും. അത്തരം ഒരു വിദ്യാഭ്യാസ മന്ത്രി ശരിക്കും ലീഗിനൊരു ലയബിലിറ്റി ആയിരുന്നു. ടി മുഹമ്മദ് ബഷീർ ഒരിക്കലും ടി മുഹമ്മദ് ബഷീറിനെ പോലെ വിദ്യാഭ്യാസ മന്ത്രി ലീഗിന് ഒരു ആസ്തിയായിട്ട് മാറിയപ്പോൾ റബ്ബിനെ പോലുള്ള വിദ്യാഭ്യാസ മന്ത്രി ലീഗിന് ബാധ്യതയായിട്ടും മാറി. ഇതാണ് ലീഗിൻ്റെ ഒരു ചിത്രം നമ്മൾ പൊതുവെ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ഞാനിത് പറയാൻ കാരണം 2026 വെൽഫെയർ പാർട്ടിയും ലീഗും ഒന്നിച്ച് UDFിലേക്ക് വരുമ്പോൾ UDFിൻ്റെ കമ്മ്യൂണൽ ബാലൻസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് സംശയം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല, ഉണ്ടാകും. അവരെങ്ങനെയാണ് ഭരണം നടത്തുന്നത് എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. ലീഗിനെയും വെൽഫെയർ പാർട്ടിയെയും ഇച്ഛാശക്തിയോടെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുമോ എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മുസ്ലിം ലീഗിന് ഒരു ബ്ലാങ്ക് ചെക്ക് നൽകുകയാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ചെയ്തത്. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. അല്ലാതെ ഉമ്മൻചാണ്ടിക്ക് ഈ അപകടം അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നും ചെയ്തല്ല, നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. പക്ഷേ വരാൻ പോകുന്ന മുഖ്യമന്ത്രി ഇത്തരം ഒരു പ്രഷർ ഗ്രൂപ്പ്, വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് സീറ്റുകൾ അവർക്ക് കിട്ടാം. ഒരുപക്ഷെ കോൺഗ്രസിന് തുല്യമായ സീറ്റുകൾ തന്നെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഏതായാലും 2026 തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം അവസാനിക്കുകയും ലോകാവസാനം വരികയൊന്നും ചെയ്യുന്നില്ല. പിന്നെയും തെരഞ്ഞെടുപ്പ് നടക്കും. ഒപ്പം പ്രതിപക്ഷത്ത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളുണ്ടാകും എന്നുള്ള കാര്യം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തന്നെ കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന MLAമാർ നമ്മുടെ പഴയ നേമം MLA ഒ രാജഗോപാലിനെ പോലെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന ആളുകളായിരിക്കണമെന്നില്ല, അദ്ദേഹത്തെ പോലെ സൗമ്യന്മാരായ ആളുകളായിരിക്കണമെന്നില്ല. അപ്പോൾ അത് വരുമ്പോൾ ഈ ഒരു സംഘർഷം ശരിക്കും നിയമസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എല്ലാ മതത്തോടും നീതി കാണിക്കുന്ന വിധത്തിലൊരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കാൻ, ഒരു ഗവൺമെൻറ്റിനെ നടത്തിക്കൊണ്ടു പോകുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യത കുറവാണ്. കാരണം ലീഗിൻ്റെ നിലപാടിൽ തന്നെ ചില ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്.
ലീഗ് കൃത്യമായി മതേതരത്വത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന പാർട്ടിയൊക്കെ തന്നെയാണ്. അവരുടെ നിലപാടിലും എനിക്ക് സംശയമില്ല. പക്ഷേ മലപ്പുറത്ത് അതുപോലെ തന്നെ മലബാർ മേഖലയിൽ യുവാക്കളുടെ ഇടയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദം, അതിനെ നേരിടാൻ ലീഗിന് വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി കൂടെ വരുമ്പോൾ തീവ്രവാദ നിലപാടുള്ള ആളുകളുടെ സാന്നിധ്യം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും 2026 അത്ര അകലെയല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കറിയാം, ഒരാഴ്ച പോലും രാഷ്ട്രീയത്തിലെ വളരെ ദീർഘമായ കാലയളവായതുകൊണ്ട് ഒന്നും പ്രവചിക്കാൻ സമയമായിട്ടില്ല. എങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൃത്യമായ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന UDF ഗവൺമെൻറ്റിനെക്കുറിച്ച് ആശ്വസിക്കണോ അതോ ആശങ്കപ്പെടണോ എന്നുള്ളതാണ് പൊതുസമൂഹം തീരുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.